നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ചാൻസുള്ള ഡെറിവേഷൻ ആണ് കാപ്പിലറി റൈസ് ആൻഡ് ഡെറിവേഷൻ. അതിന് പഠിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. കാപ്പിലറി റൈസ് ഡെറിവേഷൻ. അപ്പോൾ കാപ്പിലറി റൈസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് സംഭവം നോക്കാം. അതിനുശേഷം നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിനൊക്കെ അവസാനം ഉത്തരം തരാം കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് സേ ഞാൻ എന്താണ് ടബിൽ കുറച്ച് വെള്ളം എടുത്തു. എന്തെടുത്തു സാർ? വെള്ളം എടുത്തു. ഓക്കെ, വെള്ളം എടുത്തു. വെള്ളം ഇങ്ങനത്തെ മിനിസ്കസ് ഉണ്ടായി, കാരണം വെള്ളത്തിന് ഗ്ലാസിനെ കൂടുതൽ ഇഷ്ടം. അപ്പം ഇങ്ങനെ നിൽക്കും, അല്ലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഞാൻ ട്യൂബ് ഡിപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ട്യൂബ് എന്നാണ് ഡിപ്പ് ചെയ്ത് വെച്ചു. ഞാൻ നോക്കുമ്പോൾ എന്താ കാണാറ്? വെള്ളം ഇങ്ങനെ കയറി ഇതിനുള്ളിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഉണ്ട്. ഇതിന് വെള്ളം ഇങ്ങനെ കയറി ഇവിടെ പോയി ഇങ്ങനെ നിൽക്കും, തന്നെ റൈസ് ചെയ്യും. ഇതിനാണ് നമ്മൾ വിളിക്കുക കാപ്പിലറി റൈസ് അഥവാ കാപ്പിലറി അസെൻഡ് എന്ന് വിളിക്കും. കയറിപ്പോലെ അസെൻഡ് കയറിപ്പോവാണ്. അപ്പോൾ ഒരു വളരെ തിൻ ട്യൂബ് വേണം കേട്ടോ. നിങ്ങൾ വലിയ ട്യൂബ് കൊണ്ടിട്ട് അതൊന്നും കാണാനുണ്ടാവില്ല. വളരെ ചെറിയ റേഡിയസ് ഓഫ് കർവേച്ചറുള്ള, വളരെ ചെറിയ റേഡിയസ് ഉള്ള ഒരു ട്യൂബ് നിങ്ങൾ എന്ത് ചെയ്തിട്ടോ ഇടുക. വളരെ ചെറുതായിരിക്കണം. അപ്പോൾ മെല്ലെ ഇങ്ങനെ വെള്ളം എന്താണ് ഇങ്ങനെ കയറി പോകുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഒരു പ്രത്യേക ഹൈറ്റിൽ പോയി നിൽക്കും. ക്ലിയർ ആണല്ലോ? ഒരു പ്രത്യേക ഹൈറ്റിൽ പോയി നിൽക്കും. ആ ഹൈറ്റിന് നമുക്ക് കാണിക്കാം എച്ച് വെച്ചിട്ട്. ഈ ഹൈറ്റ് സർഫസിൽ നിന്ന് ഹൈറ്റാണ്. ശരി, മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ്? വെള്ളം തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. വെള്ളം തന്നെ എന്നാണ് നിറച്ചിരിക്കുക. നമ്മൾ വെള്ളം വെച്ചിട്ട് നിറച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയൊക്കെ വെള്ളം, ഇവിടെയൊക്കെ വെള്ളം, ഇവിടെയൊക്കെ വെള്ളം. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, അങ്ങനെയാണ് 2-3 കാര്യങ്ങൾ വേഗം പറയാം. 3 പോയിന്റ്സ് ഞാൻ എടുക്കാൻ പോകുന്നു. ഒന്ന് ഈ പോയിന്റ്. സാർ ഇത്ര വലിയ പോയിന്റ് വേണ്ടായിരുന്നു അല്ലേ? ഒന്ന് ഈ പോയിന്റ്, ഒന്ന് ഉള്ളിലുള്ള പോയിന്റ്, ഒന്ന് ഇവിടുത്തെ പോയിന്റ്, ഒന്ന് ഇവിടുത്തെ പോയിന്റ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ശരി, അങ്ങനെയാണ്. ലെറ്റ്സ് നിങ്ങൾ പറ, ഇവിടുത്തെ പ്രഷർ PATM ആയിരിക്കും. ശരി, ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? പറ, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ പറ. ഇവിടെ നോക്ക്, ഇവിടെ ഒരു സ്ഫിയർ ഉണ്ടാകാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? എക്സസ് പ്രഷർ ആയിരിക്കും, കൂടുതലായിരിക്കും പ്രഷർ. അതായത് ഉള്ളിൽ കൂടുതലും പുറത്ത് എന്താണ്? കുറവായിരിക്കും. എത്രയായിരിക്കും കുറവ്? ഇവിടെ, അതായത് അതാണ് ഉള്ളെന്ന് പറയുന്നത് കേട്ടോ. ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ എത്രയായിരിക്കും പ്രഷർ? എക്സ്ട്രാ പ്രഷർ ഉണ്ടാവും. അതാണ് PAT എന്ന് വിളിച്ചത്. അതായത് ഇവിടുത്തെ പ്രഷർ അവിടുത്തെ പ്രഷറിനാളും എന്തായിരിക്കും? കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? 2s - r കുറവായിരിക്കും അല്ലേ? 2s - r അല്ല, 2s/r കുറവായിരിക്കും. അതായത് ഈ ഭാഗത്തെ പ്രഷർ എന്തായിരിക്കും? പറഞ്ഞ് ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഒന്നുമില്ല, PATM - 2s/r. സാർ 2s/r കുറവായിരിക്കും ഇവിടെ, കാരണം അവിടെയാണ്, ഉള്ളിലാണ് എക്സസ് പ്രഷർ ഉണ്ടാവുന്നത്. ആ സ്ഫിയറിന്റെ സർഫസിന് ഉള്ളിലാണെന്നാണ് എക്സസ് പ്രഷർ ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? എവിടെ പഠിച്ചത്? നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞില്ലേ? നോക്കിക്കേ, ഇങ്ങനത്തെ സിനാരിയോ വരുമ്പം ഈ സ്ഫിയർ ഉണ്ടാകാൻ പോകുന്ന അവിടെയാണ് എക്സസ് പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ ഉള്ളിൽ P ആണെങ്കിൽ പുറത്ത് എന്താണ്? 2s/r കുറവായിരിക്കും. അപ്പോൾ 2s/r പുറത്ത് എന്താണ്? ഈ പുറത്തുനിന്നാണ് ഈ സ്ഥലത്ത് എന്താണ്? കുറവായിരിക്കും. അതായത് നിങ്ങൾ പറ, ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി PATM, അവിടുത്തെ -2s/r. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഉള്ളിൽ 2s/r കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ലോജിക്. ഓക്കെ, ക്ലിയർ? നിങ്ങൾ പറ, ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? ഇവിടുത്തെ പ്രഷർ പറ, ഇവിടുത്തെ പ്രഷർ എന്താണ്? ഇവിടെ ആരാണ് പ്രഷർ കൊടുക്കുന്നത്? അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ? ഇവിടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആണ്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ PATM ആയിരിക്കും ഇവിടെ ഉണ്ടാവാം. ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണ് ഇവിടെ PATM ആണ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെയും PATM ആയിരിക്കും ഉണ്ടാവാം, ഇവിടെയും PATM ആയിരിക്കും. കാരണം ഒരേ ഹൈറ്റിലാണ്, ഇവനും എന്നാണ് ഒരേ ഹൈറ്റിലാണ്. സോ ഒരേ പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ആവണം. ഓക്കെ, ഇവിടെ PATM, ഇവിടെ PATM, അവിടെയൊക്കെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ PATM ആണ്, ഇവിടെയും PATM ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ PATM ആണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമുക്ക് കിട്ടി. നമുക്ക് നമ്മൾ ഓൾറെഡി മെർക്കുറി ബാരോമീറ്റർ ഓൾറെഡി കണ്ടാണ്. ഇവിടുത്തെ പ്രഷർ ഒക്കെ സെയിം ആയിരിക്കും. ഇനി നിങ്ങൾ പറ, ഇനി നിങ്ങൾ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഹൈറ്റിൻ്റെ ആ ഇക്വേഷൻ ഉപയോഗിക്കും. അതായത് താഴത്തെ പ്രഷർ വിൽ ബി, മുകളിലത്തെ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് സർഫസിലെ പ്രഷർ, പുറത്തെ പ്രഷർ അല്ല. ലിക്വിഡ് സർഫസിലെ പ്രഷർ എത്രയാണ്? ഞാൻ കുറച്ചുകൂടി എനിക്ക് മുകളിലേക്കാണ് കാണിക്കേണ്ടത്. പക്ഷേ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സർഫസിന്റെ മണ്ടയ്ക്ക് ആയിരിക്കും ശരിക്കും. ഓക്കെ, അപ്പോൾ താഴത്തെ പ്രഷർ വിൽ ബി PATM വിൽ ബി. പറ, ആ ലോജിക് വെച്ച് പറഞ്ഞ്. താഴത്തെ പ്രഷർ വിൽ ബി, മുകളിലത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സർഫസിലെ പ്രഷർ, വിച്ച് ഇസ് PATM - 2s/r. PATM - 2s/r ഇതാണ് മുകളിലത്തെ പ്രഷർ. പ്ലസ് എന്തായിരിക്കും? ρgh അഥവാ HρG. ശരിയല്ലേ? താഴത്തെ പ്രഷർ PATM വിൽ ബി, മുകളിലത്തെ പ്രഷർ PATM - 2s/r പ്ലസ് HρG. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ PATM സർ കട്ടായി പോകും. ഓക്കെ, HρG ഇവിടേക്ക് വന്നാൽ -HρG, മൈനസും കട്ടായിട്ട് ബേസിക്കലി എന്താണ് എനിക്ക് കിട്ടും? HρG = 2s/r കിട്ടും. ശരിയല്ലേ?
എച്ച് അല്ല 2s/r കൂടെ ഉണ്ട്. അപ്പോൾ h rho g is equal to 2s/r കിട്ടും അല്ലേ, മൈനസ് ഒക്കെ പോവും. ഓക്കെ ശരി. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? എച്ച് ആണ് നമുക്ക് വേണ്ട, ഹൈറ്റിൻ്റെ ഫോർമുല വേണ്ടത് അല്ലേ, എത്ര ഹൈറ്റ് കയറും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹൈറ്റിൻ്റെ ഫോർമുല എന്ന് എടുക്കുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ബേസിൽ നിന്ന് കിട്ടും 2s ബൈ ഈ റോ ജി അങ്ങോട്ട് പോയിക്ക് 2s ബൈ ആർ റോ ജി എന്ന് കിട്ടും. ശരിയല്ലേ, 2s ബൈ ആർ ഇൻറ്റു റോ ഇൻറ്റു സർ ജി എന്ന് വരും. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഫോർമുല. ഓക്കെ ശരി, ഫോർമുല കഴിഞ്ഞില്ല, ഡെറിവേഷൻ കഴിഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡെറിവേഷൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ ക്ലിയർ ആണ്, മനസ്സിലായി. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു 2s ബൈ ആർ റോ ജി. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. എന്താ സാർ ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ, ആ സ്ഫിയറില്ല, ഹൈപ്പോത്തറ്റിക്കൽ സ്ഫിയർ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സർക്കിൾ പോലത്തെ സാധനം, ഇവൻ്റെ റേഡിയസ് ആണ് നമ്മുടെ ആർ. അതായത് ഈ ഫിഗറിൽ ഇനി ഇവിടെ ഈ ഫിഗറിൽ തന്നെ പരിപാടി ഞാൻ തീർക്കാൻ പോകണേ, ശ്രദ്ധിക്കുക. അത് ഞാൻ വായിച്ച് കുറച്ച് കഴിയുമ്പോൾ എഴുതിത്തരാം. ഓക്കെ, ഈ സ്ഫിയറിൻ്റെ റേഡിയസ്, അതായത് ഈ ഇവിടേക്കുള്ള റേഡിയസ് ആയിക്കോട്ടെ ആർ, ശരിയല്ലേ, ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ആർ, ശരിയല്ലേ. നമ്മൾ ക്യാപ്പിലറി ചെയ്താൽ നമ്മൾ എക്സസ് പ്രഷറിൻ്റെ ഡെറിവേഷൻ ചെയ്തപ്പോൾ ഉണ്ടോ, ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഓക്കെ ശരി. ഇനി നമുക്ക് ആ സ്ഫിയറിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ ഇമാജിനറി സ്ഫിയറിൻ്റെ റേഡിയസിൽ ഹൈറ്റ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഈ ട്യൂബിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ റേഡിയസ് ആയിരിക്കില്ലേ, ആലോചിച്ച് നോക്ക്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ റേഡിയസ് ആയിരിക്കും. ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു സർക്കുലർ ട്യൂബാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് അല്ലേ, മൊത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ്. ആ കുഞ്ഞാറിൻ്റെ ടേംസിലാണ് ഇക്വേഷൻ വരേണ്ടത്. കാരണം ട്യൂബിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ ഇക്വേഷനിൽ വരേണ്ടത്, അല്ലാണ്ട് മറ്റേ ഇമാജിനറി സാധനത്തിൻ്റെ അല്ല. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കാം, ഇനിയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ പറ, ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഇനി ഞാൻ ഇതേ ഡയഗ്രാമിൽ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൺഫ്യൂഷൻ ആവോ? അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കാണിക്കാൻ പോയി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, കാരണം നിങ്ങൾക്ക് എല്ലാം ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇതെല്ലാം റീസെറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഒന്നുകൂടി ഇത് വരച്ച് കാണിച്ചു തരും അപ്പുറത്തെ സൈഡിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഇതൊക്കെ അപ്പോൾ ഇത് ഇങ്ങനെ അല്ല, കുറച്ചുകൂടി ഓക്കെ, ഇങ്ങനെ തന്നെ വെച്ചേക്കാം. നമുക്കൊന്നും ചെയ്യേണ്ട, ഇവിടെ ഇങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി ചെയ്യാം. അപ്പോൾ പരീക്ഷയിൽ നിങ്ങൾ എന്താ 2 ഫിഗർ വരയ്ക്കായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ സെയിം സാധനം ഒന്നുകൂടി റീട്രേസ് ചെയ്യാം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആ ATM ബാക്കിയുള്ള സാധനം കാണിക്കണ്ട. ഇപ്പോൾ ഇവിടെ പ്രഷറും കാര്യങ്ങളൊക്കെ കാണിച്ചു, നമ്മൾ ഇവിടെ വരെ എത്തിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രഷറും കാര്യങ്ങളൊന്നും കാണിക്കില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇമാജിനറി ആയിട്ടുള്ള സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അത്യാവശ്യം വൃത്തിയിലൊക്കെ വരയ്ക്കുക, എന്നാലായിരിക്കും നിങ്ങൾക്ക് നല്ല കേട്ടോ. എൻ്റെ വൃത്തി നോക്കണ്ട, അത്യാവശ്യം ഒരു വൃത്തിയുള്ള സ്ഫിയറൊക്കെ വരയ്ക്കുക കേട്ടോ. സ്ഫിയർ വരച്ചു, സാർ പോരാ, സാറിൻ്റെ സ്ഫിയർ വരണ്ട പോരാ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അത് മതി. അതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ ക്യാപിറ്റൽ ആർ വെച്ച് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ ക്യാപിറ്റൽ ആർ വെച്ച് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇവിടെ സെൻറ്റർ ആയിരിക്കും, ഇവിടേക്ക് ഒരു റേഡിയസ് ആയിരിക്കും ആർ. നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ ട്യൂബിൻ്റെ റേഡിയസ് എന്തായിരിക്കും? അത് ഞാൻ ഇവിടേക്ക് സെൻറ്ററിലേക്ക് വരച്ചാൽ അതായിരിക്കും ട്യൂബിൻ്റെ റേഡിയസ്. ഓക്കെ ശരി, ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു. ഓക്കെ ശരി, അങ്ങനെയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത് നമ്മുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു കോണ്ടാക്ട് ആംഗിൾ? സാർ ഒന്നുമില്ല, ഒരു പോയിന്റ് സാർ എടുക്കുക, ഈ പോയിന്റ് എടുക്കുന്നത് വിചാരിക്കുക, ഇത് ലിക്വിഡിൻ്റെ സർഫസിലേക്ക് ടാൻജൻറ്റ് വരയ്ക്കുക, അതിനുശേഷം സോളിഡിൻ്റെ സർഫസിൽ ടാൻജൻറ്റ് വരയ്ക്കുക, ഈ ടാൻജൻറ്റ് വരയ്ക്കുക, അതിൽ ഇടയിലുണ്ടാകുന്ന ആംഗിൾ ആയിരിക്കും എന്തുണ്ടാകാൻ പോകുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഉണ്ടാകുന്നത്. ശരിയല്ലേ? ശരി. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. ഇനി ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും സാർ. അതെങ്ങനെയാണെന്ന് അറിയാം? ഒന്നുമില്ല, ഇത് തീറ്റയാണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്രയാണ്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, പരീക്ഷയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോക്ക്, ഇത് തീറ്റയാണ്, ഇത് മൊത്തത്തിൽ എത്രയാണ്? 90 അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ. ഓക്കെ, അത് മനസ്സിലായാലോ? ശരി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ടാൻജൻ്റ് ആണ്, ഇത് റേഡിയസ് ആണ്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഇത് എത്രയാണ്? മൊത്തത്തിൽ 90 ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച്, ഇത് 90 മൈനസ് തീറ്റ എന്ന് ഓൾറെഡി കിട്ടി. മൊത്തത്തിൽ 90 ആണെങ്കിൽ ബാക്കിയുള്ള എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. അപ്പോൾ ആ ലോജിക്കിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുന്നുണ്ട്. ഇത് തീറ്റയാണ്, ഒന്നുകൂടി സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത തീറ്റയാണ്. മനസ്സിലാകുന്നുണ്ടോ? പരീക്ഷയിൽ നിങ്ങൾ അത്ര ആലോചിക്കേണ്ടത്, ഇത് തീറ്റയാണെന്ന് ആംഗിൾ ഓഫ് കോണ്ടാക്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക, ഇതിന് അടുത്തതിന് നിങ്ങൾ എന്താ തീറ്റ മാർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ, നിങ്ങൾ പരീക്ഷയിൽ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റയാണ് കേട്ടോ. അപ്പോൾ ആ തീറ്റയായിട്ട് കിട്ടില്ല, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തോ ആംഗിൾ അല്ല, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ തീറ്റയാണ് കേട്ടോ. ശരി, അങ്ങനെയാണ് നിങ്ങൾ പറയാം. ആ ഒരു ട്രയാങ്കിളിൽ ഈ ആർ എന്ന് പറഞ്ഞൊരു വെക്ടർ ആണെങ്കിൽ ആറിൻ്റെ കോസ് തീറ്റ കമ്പോണൻ്റ് അല്ലേ കുഞ്ഞാറ്?
സോ ആ ക്യാപിറ്റൽ ആറിന്റെ കോസ് തീറ്റ കമ്പോണന്റ് ക്യാപിറ്റൽ ആർ ഇൻറ്റു കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു സ്മോൾ ആർ. അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രയാങ്കിൾ കോസ് തീറ്റ എടുത്താൽ നിങ്ങൾക്ക് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ കിട്ടും. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ. അതാണ് അതിന്റെ ലോജിക്. മനസ്സിലാവുണ്ടോ? ശരി. എനിവേ ഇത് കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താണ് ആ ക്യാപിറ്റൽ ആറിനെ നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ആർ കോസ് തീറ്റ. സ്മോൾ ആർ ബൈ കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായി? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ക്യാപിറ്റൽ ആറിനെ റിപ്ലേസ് ചെയ്ത പരിപാടി തിരിഞ്ഞു നോക്കിക്കോ. എച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം 2s ബൈ എന്താണ് ഇവിടെ വന്നത്? ആർ റോ ജി ആണ് കേട്ടോ. അപ്പൊ ആർ റോ ജി, ക്യാപിറ്റൽ ആർ റോ ജി. ഇനി ക്യാപിറ്റൽ ആർ നമ്മൾ സ്മോൾ ആർ വെച്ച് റിപ്ലേസ് ചെയ്യുമ്പോൾ എച്ച് എന്താ സംഭവിക്കുക? 2s ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ വരും, താഴെ ഒരു കോസ് തീറ്റ, ആ കോസ് തീറ്റ നേരെ മുകളിലേക്ക് പോകും. ബിക്കോസ് ഡിനോമിനേറ്ററിൽ വരുന്നവൻ എന്താണ്? നേരെ ന്യൂമറേറ്ററിലേക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പം ന്യൂമറേറ്ററിലേക്ക് അവൻ നേരെ പോകും, കോസ് തീറ്റ മുകളിലേക്ക് പോകും. ബിക്കോസ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ബൈ കോസ് തീറ്റ ആണ്. ബൈ കോസ് തീറ്റ മുകളിലേക്ക് പോകും. താഴെ ഒരു സ്മോൾ ആർ ഉണ്ടാവും, റോ ജി. ദിസ് ഇസ് ദി ഹൈറ്റ്, ദിസ് ഇസ് ദി ഫോർമുല ഫോർ കാപ്പിലറി റൈസ് അഥവാ കാപ്പിലറി അസെൻഡ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫോർമുല. അപ്പൊ ഇതിന്റെ എച്ച് എന്ന് പറഞ്ഞതാണ് കാപ്പിലറി റൈസിന്റെ ഹൈറ്റ് അഥവാ ഫോർമുല ആയിട്ട് പറയാണ് കാപ്പിലറി അസെൻഡ് എന്ന് പറയും. കാപ്പിലറി അസെൻഡിന്റെ ഫോർമുല എത്രത്തോളം അസെൻഡ് ചെയ്ത് മുകളിലേക്ക് കയറും. സോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? സർഫസ് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, ലിക്വിഡും ഈ ഗ്ലാസും തമ്മിലുള്ള സർഫസ് ടെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, ആംഗിൾ ഓഫ് കോൺടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസ് ഓഫ് ട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതേസമയം ആക്സലേഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇവിടേക്കാണ് ഡിറൈവ് ചെയ്യേണ്ടത്. 2 പാർട്സ് ആയിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി നല്ല ഒറ്റ പാർട്ട് തീർക്കാവുന്നേ ഉള്ളൂ. ബേസിക്കലി ഒന്നുമില്ല, ഈ പ്രഷർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ആറിനെ ഒന്ന് റിപ്ലേസ് ചെയ്യുക. കാരണം ആ ക്യാപിറ്റൽ ആർ വെച്ചിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആറിനെ നമ്മളൊന്ന് റിപ്ലേസ് ചെയ്യുന്നു. എങ്കിലും നമ്മൾ ഈ ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ഇന്ത്യൻ പരീക്ഷയിലൊക്കെ മറന്നുപോയി നിങ്ങൾ ഇത്ര ആലോചിക്കേണ്ടതുള്ളൂ. 2s ബൈ ആർ എന്ന എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. അത്ര ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ വരച്ച് വെക്കുക. 2s ബൈ ആർ എന്ന എക്സസ് പ്രഷർ അത് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും എച്ച് റോ ജി എന്താണെന്ന് അറിയാലോ? ആ 2 ഈക്വൽ ആയിരിക്കും. അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ പരിപാടി തീരും. അത്രയുള്ള അവസാനം. ഇപ്പോൾ പരീക്ഷയിൽ എന്താണ് മറന്നൊക്കെ പോയാൽ എന്താണ് 2s ബൈ ആർ എക്സസ് പ്രഷർ എന്നായിരിക്കും എച്ച് റോ ജി. മനസ്സിലാവണ്ടോ? അത്രയുള്ള അതിൻ്റെ ലോജിക്ക്. മനസ്സിലായില്ലേ? ശരി. അപ്പോൾ ഈ ഡെറിവേഷനൊക്കെ പഠിച്ച് എല്ലാം കഴിഞ്ഞു. ഓക്കെ. ഇനി 2-3 കാര്യങ്ങൾ നോക്കാം. ഹൈറ്റ് ഓഫ് ദി കാപ്പിലറി റൈസ് എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ്. നോക്കിയേ, ഈ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ഹൈറ്റ്. അതായത് അർത്ഥം എന്താണ്? റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് കുറച്ചാൽ വെള്ളം എന്താണ്? കൂടുതൽ പൊന്നും, കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. ശരിയല്ലേ? തിന്നായിട്ട് ട്യൂബ് ഉപയോഗിച്ചാൽ വെള്ളം എന്താണ്? വീണ്ടും വീണ്ടും കൂടും അല്ലേ? വെള്ളം ഹൈറ്റ് എന്താണ്? ഹൈറ്റ് കൂടി കൂടി പോകും. ഓക്കെ, മനസ്സിലാവണ്ടോ? അത് ഫസ്റ്റ് പോയിന്റ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം പോലത്തെ എന്താണ് ഇങ്ങനെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റാസ് ലെസ് ദാൻ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഫ്ലൂയിഡ് നിറയ്ക്കുമ്പോൾ അവരിങ്ങനെ പൊന്തിപ്പോവും. മെർക്കുറി പോലത്തെ ഫ്ലൂയിഡാണ്, നിങ്ങൾ ആ ഫ്ലൂയിഡിലാണ് ഈ കാപ്പിലറി കൊണ്ട് ഇടുന്നതെങ്കിൽ അത് കാപ്പിലറി ഡിസെൻഡ് ഉണ്ടാവും. അതായത് ഈ പുറത്തെ ലെവൽസ് ഇങ്ങനെ നിൽക്കും, ഉള്ളിലെ ഈ ട്യൂബിലെ ലെവൽ എന്താണ്? താഴ്ന്നു നിൽക്കും, താഴ്ന്നായിരിക്കും നിൽക്കുക. കാപ്പിലറി ഡിസെൻഡ് ഉണ്ടാവും. അപ്പോൾ കാപ്പിലറി ഡിസെൻഡിന്റെ ഫോർമുല സെയിം ആയിരിക്കും. പക്ഷെ അവിടെ എന്തായിരിക്കും വ്യത്യാസം വരാൻ പോകുന്ന അറിയോ? 2 സെയിം ആയിരിക്കും, സെയിം ആയിരിക്കും, സർഫസ് ടെൻഷൻ സെയിം ആയിരിക്കും, റേഡിയസ് ഓഫ് ട്യൂബ് സെയിം ആയിരിക്കും, റോ ഡെൻസിറ്റി എന്തായിരിക്കും? ചെറിയ വ്യത്യാസം ഉണ്ടാവുക അല്ലേ? മെർക്കുറി ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതെല്ലാം വലിയ കാര്യമില്ല. ജി സെയിം ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും മാറാൻ പോകുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണ് മാറും? ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ വിൽ ബി ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ എന്ത് സംഭവിക്കും? കോസ് തീറ്റ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആവും. അപ്പോൾ കാപ്പിലറി ഡിസെൻഡ് ആർക്കാ സംഭവിക്കുക? താഴേക്ക് ആരാ പോവുക? മെർക്കുറി പോലത്തെ തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? കോസ് തീറ്റ നെഗറ്റീവ് ആവും, ഹൈറ്റ് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? താഴേക്കാണ്. ഇപ്പോൾ അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പം മെർക്കുറി പോലത്തെ തീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 90 ഉണ്ടാക്കുന്ന അങ്ങനത്തെ ലിക്വിഡ്സിന് എന്താണ്? കാപ്പിലറി ഡിസെൻഡ് ഉണ്ടാവുക. അത് ഫോർമുല വൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണ്, കോസ് തീറ്റ നെഗറ്റീവ് ആവും, ഹൈറ്റ് നെഗറ്റീവ് ആവും, അപ്പോൾ താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഫോർമുല വൈസും അതും ഹോൾഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ കാപ്പിലറി ഡിസെൻഡിന് ഇത് വർക്ക് ചെയ്യും, പക്ഷേ മൈനസ് ഹൈറ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്, നെഗറ്റീവ് എച്ച് ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. ശരി,